മറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പിശാച് മനുഷ്യനെ തെറ്റിക്കുന്ന വിധങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം അത് ഐക്യത നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ചിന്തയാണ് നമ്മൾ ചിന്തിച്ചത്. സഭയിലും കുടുംബജീവിതങ്ങളിലും ഒക്കെയുള്ള ഐക്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിശാച് പ്രവർത്തിക്കുന്നു. അത് പ്രകാരം സഭയുടെ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. അടുത്ത ഒരു കാര്യം ചിന്തിക്കുന്നത് വളർച്ച മുരടിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പരിജ്ഞാനം നിറഞ്ഞ് സമ്പൂർണമായിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഇത് നമ്മുടെ ജീവിതങ്ങളിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മൾ വളരണമെന്നും അതനുസരിച്ച് പക്വത പ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് അത് മനുഷ്യ മനസ്സിൽ ഈ സത്യത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ പിശാച് കണ്ടുപിടിച്ചിരിക്കുന്നു. പിശാച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളെ വളർച്ച മുരടിച്ച് കളയുകയോ അല്ലെങ്കിൽ വളർച്ച വേറൊരു രീതിയിലാക്കുകയോ ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചാണ് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് 4-14-15 വാക്യങ്ങളിലെ വചനം വിതച്ചിട്ട് വഴിയരികെ വീണ് കേട്ട ഉടനെ സാത്താൻ അന്ന് ഹൃദയങ്ങൾ വിതയ്ക്കപ്പെട്ട വചനം എടുത്തുകൊണ്ടുപോയി. അത് നമ്മൾ വചനത്തെ കവർന്നുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. അത് വചനത്തെ മോഷ്ടിക്കുന്നു എന്നുള്ള ഹെഡിൽ നമ്മൾ സംസാരിച്ചാണ്. എന്നാൽ വചനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നല്ല നിലത്ത് വീണ വചനം പോലെ ഉണ്ടെങ്കിൽ മാത്രം, പാറസ്ഥലത്ത് വീണതും പറ്റത്തില്ല, വഴിയരികെ വീണതും പറ്റത്തില്ല, മുള്ളിനിടെ വീണതും പറ്റത്തില്ല. ഇതെല്ലാം തന്നെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യുക അല്ലെങ്കിൽ അത് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. സാത്താൻ പെട്ടെന്ന് വചനത്തെ കവർന്നുകൊണ്ട് പോകുന്നു. പക്വത പിടിച്ചു വയ്ക്കുന്നു, വളർച്ചയില്ലാതെ. നമുക്കറിയാം, വളർച്ച വേണമെങ്കിൽ ഭക്ഷണം ആവശ്യമാണ്. ഭക്ഷണം തടഞ്ഞാൽ വളർച്ച മുരടിക്കും, പക്വത നഷ്ടപ്പെടും. ഇത് സാധാരണ മനുഷ്യന് മനസ്സിലാകത്തില്ല. കാരണം അവന് ഈ ലോകത്തിലെ ദൈവം അവരുടെ ഹൃദയം കുരുടാക്കി കളഞ്ഞു. അതുകൊണ്ട് ഹ്യൂമൻ ഇൻ്റലിജൻസ്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ് ആത്മീയമായിട്ടുള്ള തിരിച്ചറിവ് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടല്ലേ ലോകത്തിൽ ഒരു പഠിപ്പുമില്ലാത്തവർ ദൈവീക പരിജ്ഞാനം നിറഞ്ഞ് ദൈവത്തിൻ്റെ ഉത്കൃഷ്ട കാര്യങ്ങൾ പറയുന്നത്. അതെന്താണ് കാര്യം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കൊണ്ട് ഈ ലോകത്തിലെ ഇൻ്റലിജൻസ് കുറഞ്ഞവർ പോലും, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരുപാട് പഠിപ്പ് ഇല്ലാത്തവർ പോലും ദൈവത്തിൻ്റെ വലിയ രക്ഷണീയ സുവിശേഷം, ദൈവിക മർമ്മങ്ങൾ പ്രസ്താവിക്കാനുള്ള കാരണം അവരെ സത്യത്തിൽ വളരുന്നതുകൊണ്ടാണ്. ക്രിസ്തീയമായിട്ടുള്ള സത്യത്തിൽ വളരുന്നുണ്ട്. 1 കൊരിന്ത്യർ 1:26 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 1:26 മുതൽ 29 വരെ. സഹോദരന്മാരെ, നിങ്ങളെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായ ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിലേക്ക് പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നമ്മളെപ്പറ്റിയുള്ള തിരിച്ചറിവ്, ശരിയായിട്ടുള്ള അറിവ് ഇല്ലാതെ വരുമ്പോൾ വളർച്ച മുരടിക്കും. നമ്മൾ ആരാണ് എന്നുള്ളൊരു അറിവ് നമുക്ക് വേണം. ദൈവത്തിൻ്റെ സന്നിധിയിലെ ഈ ലോകത്തിലെ ജ്ഞാനം ഭോഷത്വമാണ്. നമ്മൾ വിചാരിക്കും ഈ ലോകത്തിൽ ഒരുപാട് ജ്ഞാനം പ്രാപിക്കുക എന്ന് പറയുന്നത് ആവശ്യമായിരിക്കാം. നമുക്കൊരു കരിയറോ അല്ലെങ്കിൽ നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ കരുപ്പിടിപ്പിക്കാനായിട്ട് ആവശ്യമായിരിക്കാം. എന്നാൽ മനുഷ്യൻ്റെ ജ്ഞാനത്തേക്കാൾ ജ്ഞാനമേറിയതാണ് ദൈവത്തിൻ്റെ ഭോഷത്വം. കാരണം ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഈ ലോകത്തിലുള്ളതിൻ്റെ എക്സലൻസിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്നാണ് ദൈവം പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ ജഡമായിട്ടുള്ള ആൾക്കാർ അതിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് ദൈവത്തിന് കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ, നമ്മുടെ ജീവിതങ്ങളിൽ കൂടി പ്രവർത്തിക്കാൻ പറ്റുന്നത്. അതാണ് പറഞ്ഞത്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു എന്ന് പറയാനുള്ള കാരണം.
അപ്പോൾ നമ്മളെപ്പറ്റിയുള്ള ശരിയായ അറിവ് ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ വളർച്ച മുരടിക്കും. അത് പിശാച് കൊണ്ടുവരുന്നതാണ് നമ്മളെപ്പറ്റിയുള്ള ശരിയായിട്ടുള്ള നമ്മൾ ആരാണെന്നുള്ള അറിവ്. യെശയ്യാ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം യെശയ്യാ 6:5 യെശയ്യാ പ്രവാചകനൊരു അറിവുണ്ടായി. ദൈവത്തിൻ്റെ സന്നിധിയിലെ ആരാധന അവൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവനൊരു തിരിച്ചറിവ് വന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ 6:5 യെശയ്യാ 6:5 അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ കാണുന്നത് ജനത്തിൻ്റെ അശുദ്ധിയും സെൽഫായിട്ടുള്ള അശുദ്ധിയും. എന്നാൽ ദൈവം വിശുദ്ധനാണെന്നും നമ്മൾ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനും ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെയും നടുവിൽ വസിക്കുന്നതാണെന്ന് ഒരു തിരിച്ചറിവ് യെശയ്യാ പ്രവാചകന് വന്നതായിട്ട് കാണുന്നു. അതിനുശേഷം പിന്നീട് അവനെ ശുദ്ധീകരിക്കുന്നതും ദൈവത്തിൻ്റെ വർക്കിന് വേണ്ടി അവനെ അയക്കുന്നതും നമ്മൾ കാണുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഒരു അറിവുണ്ടായി. വെളിപ്പാട് പുസ്തകം 1:12 മുതൽ 20 വരെ അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് യേശുവിനെ കണ്ട കാര്യമാണ് പറഞ്ഞത്. എന്നോട് സംസാരിച്ച നാദം എന്തേന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായ മനുഷ്യപുത്രരോട് സദർശനായവനെ കണ്ടു. അതിങ്ങനെ വന്നിട്ട് 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് കർത്താവാണെന്നുള്ള ഞാൻ മരിച്ചവനായിരുന്നു അതെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ ആ മഹത്വം അവിടെ മനസ്സിലാക്കിയിട്ട് യോഹന്നാൻ തന്നെ താഴ്ത്തുന്നതായി കാണുന്നു. ഇന്ന് സാത്താന് വിശ്വാസികളുടെ കണ്ണിൽ മറയിട്ടിരിക്കുകയാണ്. പിശാച് സത്യം അറിയാതിരിക്കാൻ പല ടെക്നിക്കുകൾ പ്രയോഗിക്കും. നമ്മൾ സത്യം മനസ്സിലാക്കരുത്, അതിനുവേണ്ടി ഒരുപാട് ടെക്നിക്കുകൾ പ്രയോഗിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ഉപദേശം. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാതെ ഇരിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, ലോകത്തിൽ ഇന്ന് ജീവിക്കണമെങ്കിൽ, സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ജീവിക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും ആവശ്യമാണ് എന്താണ്? പണം ആവശ്യമാണ്. അത് എന്താണ് ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? എങ്ങനെ നിങ്ങൾ പണം സമ്പാദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കരിയർ ഡെവലപ്പ് ചെയ്യുന്നത്? നിങ്ങൾ പണം സമ്പാദിക്കുകയും നിങ്ങളുടെ ഫാമിലിയുടെ സെക്യൂരിറ്റി അതിനുവേണ്ടിയാണ് പണം സമ്പാദിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു എന്താ പഠിപ്പിച്ചത്? മത്തായി 6:33 മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, എന്നാൽ ഇതൊക്കെയും അതർ തിങ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്മാനും മനുഷ്യൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും പാർപ്പിടത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ചിന്തിച്ച് ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അതർ തിങ്സ്, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതുകൊണ്ട് പിശാച് എപ്പോഴും ഈ വചനത്തിൽ നിന്ന് മനുഷ്യനെ ഡിസ്ട്രാക്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിൽ നിന്നുള്ളത് അവൻ പ്രാപിക്കരുത്. അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് ചിന്ത തിരിച്ചുവിടുന്നു. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു ഈസി ആയിട്ടുള്ള പരിഹാരം. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ആരും തന്നെ ലോകത്തിലില്ല. ഓരോരുത്തർക്കും അവരുടെ ലെവലിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ സാത്താൻ എന്താ ചെയ്യുന്നത്? ഈ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കും. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധ മാറിപ്പോയെങ്കിൽ മാത്രമേ പിശാചിന് അവൻ്റെ കയ്യിൽ നിങ്ങളെ ഇട്ട് അമ്മാനമാടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റും. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നേരത്തെ ഡിസയറിങ് ടു ബി റിച്ച് എന്നുള്ള ഒരു ചിന്തയിൽ മനുഷ്യരെ പണക്കാരാക്കുക അല്ലെങ്കിൽ റിച്ച് ആക്കുക എന്നുള്ളൊരു ചിന്ത ഈ നാളുകളിൽ ഒരുപാടുണ്ട്. കാരണം പണമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഏത് സമൂഹത്തിലെ ഏത് തിടയിലുള്ള ആളുകളെ നിങ്ങൾ ചിന്തിച്ചാലും എല്ലാവരുടെയും അൾട്ടിമേറ്റായിട്ടുള്ള എയിം ടു മേക്ക് മണി, എന്തെങ്കിലും രീതിയിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന് കൊടുക്കുന്നതുമായി എന്ന് വെച്ചാൽ ദശാംശവുമായിട്ടുള്ള പഠിപ്പിക്കലുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ദുരുപദേശം കൊണ്ടുവരും. എന്താണ്? ദൈവത്തിന് കൊടുത്താൽ നീ പണക്കാരനായിത്തീരും, പണക്കാരിയായിത്തീരും. സ്പിരിച്വൽ മെച്യൂരിറ്റി പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് ദൈവസന്നിധിയിലിരുന്ന് വചനം ധ്യാനിച്ച്
കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് നേടേണ്ട ഒന്നാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി. ഒരാൾ തലയിൽ കൈവച്ചാലും സ്പിരിച്വൽ മെച്യൂരിറ്റി വരില്ല. ഈ നാളുകളിൽ നമുക്കറിയാം പ്രവാചക ശുശ്രൂഷയൊക്കെ സഭയിലുണ്ട്. എന്നാൽ പലരും ഉണ്ട് പണം വാങ്ങി ഭാവി പറയുന്നത്. ഇതൊക്കെ പിശാച് കൊണ്ടുവരുന്നതാണ്. 1 പത്രോസ് 5:8 മുതൽ 10 വരെ നിർബന്ധരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടതെന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തെ കഷ്ടസഹിക്കാൻ നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യദേഹത്തിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. സഫറിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് ഈ സഫറിങ് എല്ലാ മനുഷ്യർക്കുള്ളതാണ്, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസം നിൽക്കുന്നവർക്കുള്ളതാണ്. ചില കഷ്ടതകളൊക്കെ സാത്താൻ കൊണ്ടുവരുന്നതാണ്, ചിലതൊക്കെ വരുന്നത് കയ്യിലിരിപ്പ് കൊണ്ടാണ്. കഷ്ടതയും നിരാശയും ഒരുമിച്ച് വരുന്ന കാര്യമാണ്. പല സമയത്ത് കഷ്ടത വരുമ്പോൾ അതിൻ്റെ ഒപ്പം നിരാശയും കൂടെ വരും. ഈ നിരാശയൊക്കെ വരുന്ന പിശാചിനകത്ത് നല്ല റോളുണ്ട്. ചില കഷ്ടതകൾ സാത്താൻ കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം ഇയ്യോബിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആദിമസഭയിൽ ഒരുപാട് പീഡനങ്ങളുണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. അതിനൊക്കെ സ്വർഗത്തിൽ എല്ലാവർക്കും പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മറന്നു പോരുന്നു. അതുകൊണ്ട് എന്താണ് ഈ സഫറിങ്, കഷ്ടതകളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിർമ്മതരായി ഉണർന്നിരിക്കണം. ഈ കഷ്ടത വരുമ്പോൾ ഇതിനോടൊപ്പം തന്നെ അവൻ ഡിസ്കറേജ്മെൻറ്റ് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് പിശാച് അത് കൊണ്ടുവരുന്നതിനാൽ നിങ്ങൾ നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം, അവനെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് പറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് വരികയാണ്. അവിടെ നമ്മുടെ ഗ്രോത്ത് ഏത് രീതിയിലും തടസ്സപ്പെടുത്തുവാനായി അവൻ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ 12 മുതൽ 14 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഗ്രോത്തിനെ കുറിച്ച് പറയുന്നതാണ്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുള്ള ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിക്കാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇതിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുക. കട്ടിയുള്ള ആഹാരം നിങ്ങൾ കഴിക്കണം. കാരണം നിങ്ങൾ വളർച്ച പ്രാപിക്കണം. വളർച്ച മുരടിച്ചിരിക്കുന്ന അനുഭവം. അതിനാൽ കൂടെ കേൾക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, അനുസരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൂടെ ദൈവവചനം കേൾക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, അനുസരിക്കുക. ഇപ്പോൾ ഈ ചാനലിൻ്റെയൊക്കെ ഉദ്ദേശം അത് തന്നെയാണ്. ദൈവവചനത്തിൽ നിങ്ങൾ വളരുകയും ഉറയ്ക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. ദൈവവചനം കേൾക്കാനുള്ള അവസരം ഒരിക്കലും നഷ്ടമാക്കി കളയരുത്. പ്രത്യേകിച്ച് സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. സാത്താൻ എപ്പോഴും നമുക്ക് ആത്മീയ പക്വത കൊണ്ടുവരാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന പ്രത്യേകത, ഞാൻ വേറൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് പിശാച് നമ്മളുടെ ജീവിതത്തിൽ പിശാച് ആക്രമിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയുമോ എന്നുള്ളൊരു എപ്പിസോഡ് വേറെ വരുന്നുണ്ട്. അത് ഇതിൻ്റെ എൻഡിൽ ചെയ്യുന്നുണ്ട്. വചനത്തോടുള്ള താല്പര്യം കുറയും, ആരാധനയ്ക്കുള്ള താല്പര്യം കുറയും, കൂട്ടായ്മ വേണ്ട എന്ന് പറയും. പിന്നെ നമ്മൾ പാസ്റ്ററിൽ കുറ്റം കണ്ടുപിടിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതങ്ങൾ ചെയ്യും. നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യം ഇതെല്ലാം ജസ്റ്റിഫൈ ചെയ്യും. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വിശുദ്ധരാണ്, അവരാണ് തെറ്റുകാർ, അതുകൊണ്ടാണ് ഇതെല്ലാം വന്നു ചേർന്ന് എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? വളർച്ച മുരടിച്ചു പോകുന്ന അവസ്ഥ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ വരത്തെ നമ്മൾ ജ്വലിപ്പിക്കണം. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നതാണ്, നിന്റെ വരത്തെ നീ ജ്വലിപ്പിക്കണം. എല്ലാ വ്യക്തികൾക്കും ദൈവം ഓരോ വരം തന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കാണും, നിങ്ങളെ പ്രാർത്ഥനകൾ കൂടി കണ്ടുപിടിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 21 വരങ്ങളെക്കുറിച്ച് 3 ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള എപ്പിസോഡ് ചെയ്തപ്പം വരങ്ങൾ എങ്ങനെയാണെന്നും അതെങ്ങനെ പ്രാപിക്കണമെന്നും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പോയി നോട്ട് ചെയ്താൽ മനസ്സിലാവും എങ്ങനെയാണത് പ്രാപിക്കുന്നത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരത്തെ ജ്വലിപ്പിക്കുന്നത്. പിശാച് എപ്പോഴും നമ്മുടെ ഗ്രോത്തിനെ, നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുകയും പക്വതയിലേക്ക് നടത്താതിരിക്കുകയും ചെയ്യണം.
ദൈവത്തിൻ്റെ സാമീപ്യത്തിന് വേണ്ടി നാം കൊതിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോൾ തീർച്ചയായും നമ്മളെ വളർച്ച നമുക്ക് എപ്പോഴും ഉണ്ടാകും. പത്രോസിൻ്റെ ലേഖനത്തിലാണല്ലോ പറഞ്ഞ്, വചനമില്ല മായമില്ലാത്ത പാൽ കുടിച്ച് വളരണം, ഗ്രോ റെസ്പെക്ട് ടു ദ സാൽവേഷൻ. അവൻ്റെ സാൽവേഷൻ, രക്ഷയ്ക്ക് വേണ്ടി വളരണം, രക്ഷയ്ക്കായിട്ട് വളരണം. വചനമെന്ന പാൽ കുടിച്ച് വളരണം. വചനത്തിൻ്റെ ആവശ്യം, ദൈവത്തിൻ്റെ സാമീപ്യം. സങ്കീർത്തനക്കാരനായ ദാവീദ് 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 27:4, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടവനാണ്. എന്നാലും അന്നത്തെ കൺസെപ്റ്റിൽ ദൈവം പാർക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലാണ്, ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെയാണ്. അപ്പോഴേ ദൈവത്തിൻ്റെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിലിരുന്ന് ധ്യാനിക്കണം. എന്തോ ധ്യാനിക്കുന്നത്? ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ധ്യാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. അതുമാത്രമല്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ യഹോവയുടെ ആലയത്തിൽ, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ, ദൈവത്തിൻ്റെ ആലയത്തിൽ തന്നെ പാർക്കും. ഇത് ദാവീദ് പറഞ്ഞെങ്കിൽ ഇതിനി സംഭവിക്കും. അന്നേരം കുറച്ച് നാൾ ദാവീദിന് ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്നാൽ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ ഇത് സംഭവിക്കും. എന്നും ദൈവത്തോടൊപ്പം വാഴുന്ന ഒരു ദാവീദ് അവിടെ കാണും എന്ന് പറഞ്ഞ പോലെ, ഈ പൈശാചി ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനായി നമ്മുടെ സ്റ്റണ്ടഡ് ഗ്രോത്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പക്വതയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, അവൻ്റെ സാമീപ്യത്തിനായിട്ട് അതിന് ഉപരിയായിട്ട് ഒന്നുമില്ല. ദൈവത്തിൻ്റെ സാമീപ്യം എങ്ങനെയാണ് വരുന്നത്? അവനിൽ വസിക്കുക, അവൻ്റെ വചനത്തിൽ വസിക്കുക. നമ്മുടെ തന്നെ ആത്മീയ വർധനയ്ക്ക് നമ്മൾ ഫൈറ്റ് ചെയ്യുക. വേറെ ഒന്നുമല്ല ഫൈറ്റ് ചെയ്യേണ്ടത്. പിശാച് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അവൻ്റെ അനോയിൻറ്റിങ്, അവൻ്റെ അഭിഷേകം, ഈ എല്ലാ നുഖങ്ങളെ ഒടിച്ചു കളഞ്ഞ് നമ്മൾ കർത്താവുമായിട്ടുള്ള പ്രയാണത്തിലേക്ക് നമ്മളെ മുമ്പോട്ട് നടത്തും. തീർച്ചയായും ഇന്ന് ഈ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ വചനത്തിൽ വളരുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്താണ്, എനിക്ക് മെച്യൂരിറ്റി വരുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ഷോർട്ട് കട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ സാമീപ്യം എപ്പോഴും കൊതിക്കുക, ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ ഇരിക്കുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? ബാക്കിയൊക്കെ മാറിപ്പോവും. വേൾഡ്ലി നേച്ചറെല്ലാം മാറിപ്പോകുന്നതായിട്ട് കാണാം. ഈ വചനം ദൈവത്താൽ നമ്മളെ സഹായിക്കട്ടെ. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അപേക്ഷിക്കണമെങ്കിൽ ദൈവത്തോട് അപേക്ഷിച്ച് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിത്തീരുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് കർത്താവ് പിശാച് കൊണ്ടുവരുന്ന പ്രതിബന്ധങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയായിരുന്നല്ലോ. ദൈവമേ, ഞങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നതായിട്ടുള്ള പിശാചിൻ്റെ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബത്സിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാനും ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ വസിക്കുവാനും അവനിൽ വസിക്കുവാനും അവൻ്റെ വചനത്തിൽ വസിക്കുവാനായിട്ട് അവൻ്റെ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരത്തെ ജ്വലിപ്പിക്കുവാനായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിപ്പാനും വിശ്വസിക്കുവാനും അനുസരിക്കുവാനും കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിട്ടുമാറാതെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഈ സമയത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ അസുഖം യേശു മാറ്റിത്തരും. വി സെൻഡ് ദ വേർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വചനം അയച്ച് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ ഞങ്ങൾ അയക്കുന്നു. കർത്താവേ, വലിയ വിടുതലയക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള പനികൾ, ശ്വാസം മുട്ട്, അതുപോലെ വിട്ടുമാറാതെ ഇരിക്കുന്ന ചുമ, ഇതുമൊക്കെ ആയിട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇത് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു റിലീസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ. ആസ്മാറ്റിക് പ്രോബ്ലംസ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ. പിശാച് കൊണ്ടുവരുന്ന കെട്ടുകളൊക്കെ പൊട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ കൂടി കടന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നു. ആ പ്രശ്നങ്ങൾ എന്തായാലും യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോവും. അഡിക്ഷനായാലും, ജോലിയില്ലാതിരിക്കുന്നതായാലും, വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായാലും, വേണ്ടാത്ത കൂട്ടുകെട്ടുകളായാലും
യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ വിടുവിക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ദൈവം ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരാൻ സഹായിക്കുകയും ചെയ്യും. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണമേ. ഹൃദയങ്ങൾ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചിരുന്ന ദൈവമേ, നിൻ്റെ മക്കൾ നിന്നോട് നിലവിളിക്കുമ്പോൾ നീ എത്രയധികം അവർക്ക് കൊടുക്കുന്നതാവുന്നു എന്നതിൻ്റെ വായനത്തിലുള്ള ഓർത്ത് സ്തോത്രം. എൻ്റെ വചനം അയച്ചവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആരെങ്കിലുമൊക്കെ വിടുതൽ പ്രാപിക്കുക, എന്തെങ്കിലും അനുഗ്രഹങ്ങളോ നന്മകളോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അറിയിച്ചാൽ, സ്തോത്രത്തിന് വേണ്ടി അറിയിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.